അങ്ങനെ ഒരു വിജയാഘോഷം നടത്താൻ ഒരു അവസരമുണ്ടായി. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളോട് അത്രയധികം അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞങ്ങളിപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളും ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ ആദ്യം വിളിച്ചു പറയുന്ന ആളുകളാണ് വന്നിരിക്കുന്ന ഞങ്ങളുടെ അതിഥികളെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ ഇത് നീട്ടുന്നില്ല. അങ്ങനെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നത് എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. കാരണം അത്ര ഗംഭീര ക്രൂ ആയിരുന്നു അതിൻ്റെ കൂടെ. അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്ത ആളുകൾ ആ 75 ദിവസം അവർ അത്രയധികം ആത്മാർത്ഥമായി ജോലി ചെയ്തു. അതാണ് ആ സിനിമയുടെ ക്വാളിറ്റി എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അതേപോലെ അതിൽ അഭിനയിച്ച ആളുകൾ നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമപ്രവർത്തകർ, അവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഇനിയും ഞങ്ങളൊപ്പം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോട് ഞാൻ നിർത്തുന്നു. ഈ ചിത്രമായി ബന്ധപ്പെട്ട കാസ്റ്റ് ആൻഡ് ക്രൂ, ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും വിനീതമായ അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അഭിപ്രായം പറയണം. ഞാൻ രാത്രി തന്നെ ഒറ്റ വീർപ്പിൽ അത് വായിച്ചു തീർന്നിട്ട് ജിനുവിനെ വിളിച്ചു പറഞ്ഞു, ഇതിൻ്റെ വിജയാഘോഷത്തിന് എന്നെ വിളിക്കണം, സക്സസ് മീറ്റിന് ഞാൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ജിനു അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു. എന്നെ വളരെ നേരത്തെ വിളിച്ചു പറഞ്ഞു, അന്നത്തെ ദിവസം 3-ാം തീയതി വേറെ ഒന്നിനും പോകരുത്, ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ എത്തി, സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേരുന്നു. ഇനിയും ഒരുപാട് വിജയങ്ങൾ ജിനുവിനും ഡോൾവിനും ഡാർവിനും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. 100 ദിവസവും 150 ദിവസവും 200 ദിവസമൊക്കെ തിയേറ്ററുകൾ നിറഞ്ഞ് ഓടി വിജയാഘോഷങ്ങൾ നടത്തുന്ന കാലം കഴിഞ്ഞു വരുന്നു. ഇന്നത്തെ കാലത്തൊരു 25 ദിവസം തിയേറ്ററുകളിൽ സിനിമ നിൽക്കുക എന്നുള്ളതിന് വലിയ വിജയമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 തുടക്കം തൊട്ട് തുടർച്ചയായി തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഒരുപാട് ചിത്രങ്ങളുണ്ടായി. ആ ശ്രേണിയിൽപ്പെട്ട ഒരു ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളത്. ഒരു പുതിയ സംവിധായകൻ്റെ ചിത്രം ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ തികഞ്ഞ പെർഫെക്ഷനോടുകൂടി തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ആസ്വദിപ്പിച്ച ചിത്രമാണ്. ഇതിൻ്റെ സംവിധായകരും ഇതിൻ്റെ എഴുത്തുകാരനും നിർമ്മാതാക്കൾക്കും ഇതിലഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അഭിനന്ദനങ്ങൾ. ഡാർവിൻ ഈ ചിത്രം എല്ലാം കൊണ്ടും എനിക്ക് വളരെ അതിൻ്റെ ബ്രില്യൻസ് കൊണ്ടും അതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് കൊണ്ടും അതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ കൊണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഇതിലേറ്റവും ഞാൻ ഓർക്കുന്ന ഒരു രംഗം ഇതിൻ്റെ പേര് തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈബിളിലെ ഏറ്റവും പവർഫുള്ളായ ഒരു വേർഡ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നു. ഞാൻ ഒരുപാട് ത്രില്ലർ സിനിമകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അത്ര ഒരു പേര് ഒരിക്കൽ പോലും ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി അത് ഓർത്തി വെച്ചിരിക്കുന്നു. ജിനു അത് വളരെ ബ്രില്യൻ്റായി ജിനു അത് ഉപയോഗിച്ചു. മറ്റൊന്നെനിക്ക് ജിനുവിനോട് ഈ വേദിയിൽ പറയാനുള്ളത്, നമ്മളെല്ലാവരും ആ സിനിമ കണ്ടതാണ്. ഇതിൻ്റെ അകത്ത് ഒരു 7 മിനിറ്റുള്ളൊരു രംഗമുണ്ട്. ടൊവിയുടെ ആനന്ദ് എന്ന കഥാപാത്രം അതിലെ കുറ്റവാളിയായ ഡാനിയെ കോടതിയിൽ നിന്ന് ഇറക്കി ഓടിക്കുന്ന രംഗം എനിക്ക് ഭയങ്കര ഹോണ്ടിങ് രംഗമാണ്. കാരണം ആ ഓട്ടത്തിൽ തന്നെ ആ ഡയറക്ടറുടെയും എഴുത്തുകാരുടെയും ഒരു ബ്രില്യൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം അതിൽ ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇര എന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യമാണ്. ആരാണ് ആരെയാണ് ഓടിച്ചത്? ഡാനി ആനന്ദിനെ ഓടിച്ചാണോ ആനന്ദ് ഡാനിയാണ് ഓടിച്ചത്? ഒരുപക്ഷെ നിയമത്തിന് കീഴടങ്ങാതെ ഒരു നിയമപാലകനെ അനാഥമാക്കി നിർത്തിക്കൊണ്ട് കുറ്റവാളി മരണത്തിലേക്ക് കീഴടങ്ങിക്കൊണ്ട് അദ്ദേഹം എല്ലാ നിയമ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഡാനിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു സെമിനാരിയിൽ ജീവിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങളുള്ള ഒരു രംഗമാണത്. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ആത്മീയമായ രീതിയിലേക്ക് വളരെ വിപ്ലവം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ മൂവ്മെൻറ്റിൽ നിന്നൊക്കെ രതി എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടു പോകുന്ന കാലത്തൊക്കെ ആ ഷമ്മാശൻ്റെ അത്തരമുള്ള ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ വളരെ രീതിയിൽ രാഷ്ട്രീയപരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അത്തരമുള്ള ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ അത്തരമുള്ള രാഷ്ട്രീയം പോലും ജിനുവും ഡാർവിനും ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആ സിനിമയെ കണ്ട പ്രത്യേകത. അതിൻ്റെ ബ്രില്യൻസും വളരെ മനോഹരമാണ്.
അതുപോലെ ഒരുപാട് രംഗങ്ങളുണ്ട്. ഞാൻ ഈ വേദിയിൽ ചിരിയോട് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഇത്തരമുള്ള ത്രില്ലർ കളക്ഷനിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ജിനു, ഒരിക്കൽ കൂടി ജിനുവിനും ഡാർവിനും ഞാൻ നന്ദി പറയുന്നു. ടോമി അത് വളരെ അച്ചടക്കത്തോടു കൂടിയാണ് അഭിനയിച്ചു. ഒരിക്കൽ പോലും അത് പാളിപ്പോകാതെ അതിൻ്റെ എല്ലാ നിസ്സഹാവസ്ഥയും ഒരു മുഖത്ത് ഒരു അയാൾ അഭിനയത്തിൻ്റെ അച്ചടക്കം വളരെ വലിയ വലിയ നടന്മാരൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിരുന്ന ഒരു രീതിയിലാണ് ടോമി അത് കൈകാര്യം ചെയ്തത്. ഈ സിനിമയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കലാകാരും, പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ്റെ ആർട്ടിൻ്റെ ഒക്കെ രംഗത്ത് ആ ഒരു കാലഘട്ടത്തേക്ക് അവർ അടയാളപ്പെടുത്തി പോയതൊക്കെ വളരെ വലുതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ജെന്യുവിൻ്റെയും ഡാർവിൻ്റെയും സിനിമകൾ ആഘോഷിക്കട്ടെ. അതിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. Mr. Siddharth Anand Kumar, Mr. Sahil Sharma and Mr. Ashish Mehta. ആദ്യം തന്നെ മിസ്റ്റർ ഡാർവിൻ കുര്യാക്കോസ് ഡയറക്ടർ അദ്ദേഹത്തിന് ഉള്ള മെമെന്റോ സമ്മാനിക്കുകയാണ്. അതിലേക്കായി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഉണ്ണിച്ചാൻ്റെ അടുത്തുനിന്ന് മേടിക്കാൻ പറ്റിയതിലും എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അപ്പം എല്ലാവരോടും നന്ദി. ചിത്രത്തിൻ്റെ ഹീറോ ടൊവിനോ തോമസ്. മുമ്പൊരിക്കൽ ഞാൻ പറയുകയുണ്ടായി, യുവതലമുറയെ സിനിമയെ സ്നേഹിക്കുന്ന യുവതലമുറയെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ശക്തി തരുന്ന ഒരാൾ കൂടിയാണ് ടൊവിനോ. യാതൊരുവിധ സിനിമാ ബാക്ക്ഗ്രൗണ്ടും പോലും ഇല്ലാതെ കഠിനാധ്വാനത്തിലൂടെ ഇന്ന് ഈ നിലയിലെത്തി സൂപ്പർ ഹീറോ ആയി ഇതുപോലെ ഒരുപക്ഷെ വിജയിക്കാത്ത ഒരു നായകനായി ആ ആനന്ദൻ എന്നുള്ള കഥാപാത്രം സിനിമയുടെ അവസാനമെങ്കിലും അദ്ദേഹത്തിനൊരു പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആശിച്ചവരാണ് സിനിമ കണ്ടവരൊക്കെയും. ടൊവിനോയ്ക്കുള്ള മെമെന്റോയും സമ്മാനിക്കുകയാണ് ഈ അവസരത്തിൽ. ഉണ്ണിയേട്ടനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സിനിമ ഇപ്പോൾ 25 ദിവസം തിയേറ്ററിൽ ഓടിയാൽ തന്നെ അതൊരു വലിയ അത്ഭുതമാണെന്ന്. ആ ഒരു സമയത്ത് നെറ്റ്ഫ്ലിക്സിലും തിയേറ്ററിലും ഒക്കെ ടൊവിയുടെ സിനിമ നിറഞ്ഞോടുകയാണ്. ഇങ്ങനെ ഒരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാവാനൊക്കെ പറ്റി എന്താണ് ഈ സിനിമയുടെ അനുഭവങ്ങൾ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ സിനിമ ഞങ്ങൾ ഒരു 2020 ഈ സിനിമയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച തുടങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് ജിനിച്ചേട്ടനും ഡാർവിൻ റോയും കൂടിയിട്ടാണ് അന്ന് വന്ന് പറഞ്ഞത്. അന്ന് എനിക്ക് അവർ തന്നിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യുന്നതാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ 100% അവരോട് നീതി പുലർത്തി എന്നുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിൻ്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇപ്പോൾ ഇവിടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശീസ്സോടുകൂടി കണ്ടിട്ടും ഉണ്ണി സാറാണെങ്കിലും സാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സാജൻ സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മളൊന്ന് സമയം ചെലവഴിക്കുകയും അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു. ഈ ഇൻഡസ്ട്രിയുടെ അധികാരന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശംസകളോടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത്. ഇപ്പോൾ ഈ സക്സസിനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നു. നമസ്കാരം. കറക്റ്റ്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തൻ്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു. ഈ കാലഘട്ടം ചെയ്തിരിക്കുക എന്നുള്ളതും ഈ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് 2 കഥകൾ പറയുമ്പോൾ 2ൻ്റെയും അതിൻ്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ ഉള്ള അങ്ങനെ ഒരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ്. ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമസ്തേ.
അറിയാൻ എനിക്ക് സംസാരിക്കുന്നതിന് ഞാൻ സ്റ്റേജിലൊന്നും ഒരു മിസ്സാറുള്ളതുകൊണ്ട് 2 വാക്ക് പറയാം. ഈ സിനിമ ഗംഭീരമാക്കിയതിന് ആദ്യം നമ്മൾ ഡയറക്ടർക്ക് അഭിഷേകൻ ആൻഡ് റൈറ്റർക്ക് അഭിഷേകൻ ആൻഡ് പ്രൊഡ്യൂസർക്ക് അഭിഷേകൻ ആൻഡ് ഹീറോയ്ക്ക് സ്പെഷ്യൽ ഷേക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞു. എല്ലാം ഇത്രയൊക്കെ പോലെ അല്ലേ. പക്ഷെ എനിക്കൊരു പ്രതിഷേധങ്ങളുണ്ട് ഈ പ്രൊഡക്ഷൻ്റെ ആൾക്കാരായിട്ട്. ഇങ്ങനെ കാപ്പാന്ന് പറഞ്ഞ ചെറിയ ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഷീൽഡ് പോലും തന്നില്ല കേട്ടോ. സോറി. ഓക്കെ. അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന ഈ സിനിമയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നേരത്തെ കൂടി പറഞ്ഞത് 2 ഇരട്ടകൾ വളരെ മനോഹരമായിട്ട് ഒരു സിനിമയുടെ കൂടെ അവരുടെ മനസ്സും ശരീരവും പരിപൂർണമായിട്ടും അർപ്പിച്ചുകൊണ്ടൊരു ചലച്ചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടാണ്. തീർച്ചയായും ഇന്നത്തെ കാലത്തൊരു സിനിമയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രോപ്പർ മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിൽ സജീവമായിട്ട് ചെയ്തു പോയിട്ട് ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ വൈകുന്നേരം. അതിന് ഡോൾവിനും ഡാർവിനും ജീനുവിനും ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് ടോയ്ക്കും മറ്റ് എല്ലാ ആക്ടേഴ്സിനും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം. ഓൾ ദി ബെസ്റ്റ്. അഡ്വക്കേറ്റ് ലിക്കർ തോമസ്. ടോവി ഇത് കാണുന്നുണ്ടോ? സർ, ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ള വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം. കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മോശമായി എന്നുള്ള ഒരു ചിന്തപ്പേര് എനിക്കുണ്ടായില്ല. പിന്നെ എൻ്റെ മകൻ്റെ അച്ഛനായിട്ട് തന്നെ ഈ സിനിമേനെ അഭിനയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതിലേക്ക് അവസരം തന്ന ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരുടെ എഴുത്തുകാർക്കൊക്കെ എന്നെ നന്ദി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു സർ. നല്ലൊരു എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു പടത്തിൽ അഭിനയിക്കുക, ആ പടം സക്സസ് ആവുക, അതിനൊരു പാർട്ടി വയ്ക്കുക, അതിൽ പങ്കെടുക്കാൻ കഴിയുക, ഒരു മൊമെന്റ് കിട്ടുക. ഈ മൊമെന്റൊക്കെ കിട്ടിയിട്ട് കാലം കുറേ. ഒരുപാട് പടത്തിന്റെ മൊമെന്റ് വീട്ടിലിരിക്കുന്നുണ്ട്, 150-200 ദിവസത്തിന്റെ. പക്ഷെ ഈ അടുത്തുള്ള കാലത്തായിട്ട് മൊമെന്റുകൾ വളരെ കുറവാണ് കിട്ടാറ്. അതിൽ വളരെ സന്തോഷം. പിന്നെ ഈ പടത്തിൽ ഞാൻ എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിനു എന്നോട് പറഞ്ഞു, ചേട്ടാ അടുത്ത പടത്തിൽ ഒരു വേഷം ചെയ്യണം. ഞാൻ ജിനുവിനോട് ചോദിച്ചു എന്താണ് വേഷം വെച്ചാൽ പോലീസ് വേഷമാണെന്ന്. ഞാൻ അപ്പോഴേ ജിനുവിനോട്, ജിനു എന്തിനാണ് പോലീസ് വേഷം, ചേട്ടാ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കും. ഫുൾ കഥ പറഞ്ഞപ്പോൾ ജിനുവിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ജിനുവിനോട് ചോദിച്ചു എന്താണ് ജിനു ഈ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നിയെന്ന് ചോദിച്ചു. ജിനു പറഞ്ഞു, ചേട്ടാ അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു കൊലപാതകമൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഡാർവിൻ എൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ പരിഹരിപ്പിച്ചത്. ഒരു നിലയ്ക്ക് ഏറ്റവും വല്ലതും വിടാതെ വളരെ മനോഹരമായിട്ട്. അതിന് കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ, അതുപോലെ മറ്റു ക്രൂസ്, പിന്നെ ഹീറോ, അത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും കട്ടക്കിന്ന് വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്തൊരു മൂവിയാണ്. സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്നൊരു കഥാപാത്രം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞവരെ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട്. ഇപ്പം കുറേ കാലങ്ങളായി ഒരു മൊമെൻറ്റോ വാങ്ങിച്ചിട്ട്, കുറേ മൊമെൻറ്റോ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ടോവിനോയുടെ ഫാദർ പറഞ്ഞ പോലെ
അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിൽ അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതുപോലൊരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ മോൻ്റെ ഇതൊരു മൊമെൻ്റ് വാങ്ങണമെന്ന്. പക്ഷേ ഒരുമിച്ച് 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു ക്യാരക്ടറാണ്, നമുക്ക് 2-3 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ 2 ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ്തുള്ളൊരു ക്യാരക്ടറായിരുന്നത്. 2 കാലഘട്ടം കാണിക്കുന്ന പടം ഗംഭീര പടമാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയിരുന്നു കണ്ടത്. എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു അസല് പടം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ പടങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം പോകുന്നത്. അതൊരു അത്ഭുതമാണുള്ളത്, പറഞ്ഞു പറയിപ്പിച്ച പോലെ ആയിപ്പോയി. എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി. ഇങ്ങനൊരു അവസരം തന്ന ഈ സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേർന്ന മറ്റ് അംഗങ്ങൾക്കും നന്ദിയാണ്. താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. സിബി മാലിയിലൂടെ പറഞ്ഞ 1-2 വാക്കുകൾ കടമെടുത്ത് പറയേണ്ടി വരികയാണ്. 100 ദിവസവും 50 ദിവസമൊക്കെ ഓടുന്ന പടങ്ങളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ തന്നെ നിർമ്മിച്ച ആകാശദൂതും അതുപോലെ കൂടെവിടെയും ഒക്കെ 100 ദിവസമൊക്കെ ഓടിയപ്പോൾ അതിൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുത്തതും അതൊക്കെ ഓർമ്മകളിലുണ്ട്. ഈ സിനിമയിൽ ചെറുതെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ എനിക്ക് തന്ന ജിനുവിനോടും ഡാർവിനോടും ഒത്തിരിയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതുപോലെ ഈ ചിത്രത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ഇനിയും തുടർന്നും ഇവർക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ എടുക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഈ ആഹ്ലാദത്തിൽ ഞാനും പങ്കുചേരുന്നു. എനിക്കിത് ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ്. കാരണം ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ തിരക്കഥ വർക്ക് ചെയ്യുന്നതിനോടൊപ്പമാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രവേശനം എൻ്റെ ഒരു സിനിമയിലൂടെയാണ്. അതുകൊണ്ട് പ്രത്യേക സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ പങ്കുചേരുന്നതിൽ. കൂടാതെ ഇതിൻ്റെ റൈറ്റർ ജിനുവും എൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുടെ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. നന്ദി. താങ്ക് യു. തിയേറ്ററിൻ്റെ ലക്ഷ്യം